ഹായ്. സിസറൊക്കെ ആയിട്ട് രാവിലെ എവിടെ പോകാമെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുന്നല്ലേ. ഇത് കണ്ടോ, മത്തങ്ങ ഒന്ന് കൃഷി ചെയ്ത് നോക്കിയതാണ്. മത്തങ്ങയുണ്ട്, തക്കാളി കൃഷിയുണ്ട്. അപ്പം തക്കാളിക്കൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്, ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പം പക്ഷേ പച്ചക്കളറിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം മത്തങ്ങ കാ ആയിട്ടില്ല. നമ്മുടെ മത്തങ്ങയുടെ ഇലയൊക്കെ തോരൻ വെച്ച് കഴിക്കുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ കുറേ നാൾക്ക് മുമ്പ് മത്തയുടെ ഇല ഇങ്ങനെ തോരൻ വെച്ച് കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റായിരുന്നു. അപ്പം ഞാൻ കരുതിയെങ്കിൽ പിന്നെ ഈ മത്തങ്ങയുടെ ഇല വെറുതെ കളയണ്ട, തോരൻ വെച്ച് കഴിക്കാമെന്ന്. അങ്ങനെ സുധി ആ മത്തയുടെ ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ കിളുന്ന ഇല എടുക്കണമെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഇലയൊക്കെ കണ്ടിട്ട് കുറച്ച് മൂത്തായിട്ട് തോന്നുന്നുണ്ട്. എങ്കിലും കിളുന്നതൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ഇച്ചിരി മൂത്തതാണേലും അങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കട്ട് ചെയ്തിട്ടൊന്ന് തോരൻ വെച്ച് നോക്കാമെന്ന് കരുതി. ഇത് ഞങ്ങളുടെ താമസിക്കുന്നതിൻ്റെ വില്ലയുടെ ഫ്രണ്ടിൽ തന്നെ ഞങ്ങൾ നട്ടതാണ് ഈ കൃഷികളൊക്കെ. തക്കാളിയുണ്ട്, പടവലമുണ്ട്, അതുപോലെ തന്നെ മത്തങ്ങയുണ്ട്, പിന്നെ വേറെന്തോ കുറച്ച് ചെടികളൊക്കെ ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് അറിയുന്നില്ല. എന്താണ്ട് തക്കാളിക്കൊക്കെ കണ്ടോ, കുറച്ച് വലുതായി ചെറിയ തക്കാളിയാണെന്ന് വിചാരിച്ച് നട്ടതാണ്. അങ്ങനെ മത്തയുടെ ഇലയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഞാനത് ക്ലീൻ ചെയ്യാൻ കുറച്ച് വെള്ളത്തിലിട്ടതാണ്. ഉപ്പും മഞ്ഞളും കൂടെ മിക്സ് ചെയ്ത വെള്ളത്തിലിട്ടു, കുറച്ച് നേരം വെച്ചിട്ട് അതിന് ശേഷം കട്ട് ചെയ്തു. അപ്പോൾ ഇത് ഈസിയാണ് തോരൻ നമുക്ക് ഉണ്ടാക്കാനും. അപ്പം തോരനൊക്കെ ആയതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തിൽ അയലക്കറിയും ഈ തോരനും കൂടെ വെച്ച് കഴിക്കാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങളുടെ മത്തങ്ങ ഇല തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ.